Hi dears, welcome to another video. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരാൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, ആ പറഞ്ഞ കാര്യം നമുക്ക് ഒട്ടും വിശ്വാസം വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ട് ആ കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് രീതിയിലൊക്കെയാ പറയാ, നീ തമാശ പറയാണ്, നീ വെറുതെ കളിയാക്കുകയാണ്, നീ എന്നെ പറ്റിക്കുകയാണ്, നീ കൊടും നുണയാണ് പറയുന്നത്, അവൻ പറഞ്ഞത് വെറും നുണയാണ്, അല്ലെങ്കിൽ നീ പൊക്കി പറയാണ്, നീ കൂടുതലായിട്ട് പെരുപ്പിച്ച് പറയാണ്, ഇങ്ങനെയൊന്നല്ല, നീ കൂടുതലായിട്ട് അത് ഇരട്ടിയാക്കിയിട്ട് പറയാണ്, കള്ളത്തരാണ് പറയുന്നത്, നുണയുടെ ഒരു ഭാണ്ഡക്കെട്ടാണ് ഇനി തുറന്നിട്ടുള്ളത് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ഈ കഥയിൽ എന്തോ ചിഞ്ഞു മണക്കുന്നില്ലേ? അപ്പൊ ഇതൊക്കെ ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെയാണ് പറയാ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരാൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, നമുക്കത് വിശ്വാസം വന്നില്ല. അപ്പൊ ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആർ യു കിഡിങ്? ആർ യു കിഡിങ്? നീ എന്താ തമാശ പറയാണോ? കളിക്കാൻ നിൽക്കല്ലേ, നീ എന്താ കുട്ടികളി കളിക്കുക? ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആർ യു കിഡിങ്? നീ എന്താ കളിയാക്കുകയാണോ, തമാശയാക്കുകയാണോ? ഈ രീതിയിലാണെന്ത് ചോദിക്കുന്നത്. ആർ യു കിഡിങ്? നീ എന്താ തമാശയാക്കുകയാണ്, അല്ലെങ്കിൽ എന്താ തമാശയാക്കുകയാണ്? ഈ രീതിയിലൊക്കെ ചോദിക്കാൻ പറ്റും. ഇത് തന്നെ നമുക്ക് മറ്റൊരു സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ നമുക്ക് പറയാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലൊക്കെ ധാരാളമായിട്ടത് യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. യു ആർ പുള്ളിങ് മൈ ലെഗ്, യു ആർ പുള്ളിങ് മൈ ലെഗ്. നീ എന്നെ കളിയാക്കുകയാണ്, നീ എന്നെ പറ്റിക്കാൻ വേണ്ടി നോക്കുകയാണ്. പുള്ളിങ് എ ലെഗ് എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ തമാശയ്ക്ക് വേണ്ടിയിട്ട് പറ്റിക്കാൻ ശ്രമിക്കുന്നതിന്, ഫണ്ടിന് വേണ്ടിയിട്ടൊക്കെ പറ്റിക്കാൻ ശ്രമിക്കുന്നതിനാണ് എന്താ പറയാ, പുള്ളിങ് എ ലെഗ് എന്ന് പറയുന്നത്. അപ്പോൾ യു ആർ പുള്ളിങ് മൈ ലെഗ്, നീ എന്നെ പറ്റിക്കുകയാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഇപ്പോൾ ആരെങ്കിലും ചെയ്യോ? യു ആർ പുള്ളിങ് മൈ ലെഗ്. അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ അങ്ങോട്ട് പറയാണ്, ഒരാളെ ഒരു കാര്യം പറഞ്ഞ് പറ്റിച്ചിട്ട് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അവസാനം നമ്മൾ പറയാണ്, നോ ഡോണ്ട് വറി, ഐ ആം പുള്ളിങ് യുവർ ലെഗ്, ഞാൻ നിന്നെ ഒന്ന് പറ്റിച്ചതാണ്, നിന്നെ ഒന്ന് കളിയാക്കിയതാണ്. അപ്പൊ പുള്ളിങ് എ ലെഗ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും, യു ആർ പുള്ളിങ് മൈ ലെഗ്, നീ എന്നെ പറ്റിക്കുകയാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ രീതിയിൽ പറയാം. ഇനി അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു രീതിയാണ്, ഒരാൾ പറഞ്ഞത് ഇതിന് കൂടുതലാണ്, പൊക്കി പറഞ്ഞതാണ്, അല്ലെങ്കിൽ പെരുപ്പിച്ച് പറഞ്ഞതാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്, അയാൾ പറയുന്ന അത്രയൊന്നും ഇല്ല, കുറച്ച് കള്ളത്തരാണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, ദാറ്റ്സ് എ ബിറ്റ് ഓഫ് എക്സാജറേഷൻ. ദാറ്റ്സ് എ ബിറ്റ് ഓഫ് എക്സാജറേഷൻ. എക്സാജറേഷൻ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയാ, പൊക്കി പറയാ, പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ളതിനാണ് എന്താ പറയാ, എക്സാജറേഷൻ എന്ന് പറയാം. അപ്പോൾ ദാറ്റ്സ് എ ബിറ്റ് ഓഫ് എക്സാജറേഷൻ. അതൊരല്പം കൂടുതലല്ലേ, ആ പറഞ്ഞത് അല്പം പൊക്കി പറഞ്ഞതല്ലേ, ആ പറഞ്ഞ അത്രയൊക്കെ ഉണ്ടോ? ദാറ്റ്സ് എ ബിറ്റ് ഓഫ് എക്സാജറേഷൻ. ഈ രീതിയിലും പറയാന്നുള്ളതാണ്. ഇനി ഈ പറഞ്ഞ തന്നെ നമുക്ക് മറ്റൊരു ശൈലിയിലും പറയാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ഉള്ള ഒരു കാര്യത്തെ വലിച്ചു നീട്ടിയിട്ട് പറയാണ്, വലിച്ചു നീട്ടുന്നതിന് നമ്മൾ സ്ട്രെച്ചിങ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരാൾ പറയാണ്, ഹി ഈസ് സ്ട്രെച്ചിങ് ദ ട്രൂത്ത്, ഹി ഈസ് സ്ട്രെച്ചിങ് ദ ട്രൂത്ത്. അവൻ പറയുന്നതൊക്കെ സംഭവം ശരി തന്നെയാണ്, പക്ഷെ ആ പറയുന്ന അത്രയൊന്നുമില്ല, അവൻ കുറച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഹി ഈസ് സ്ട്രെച്ചിങ് ദ ട്രൂത്ത്. അവൻ സത്യത്തെ പെരുപ്പിച്ച് കാണിക്കാണ്, വലിച്ചു നീട്ടാണ്, ആ പറയുന്ന അത്രയൊന്നും അവിടെ ഇല്ല. ഇപ്പോൾ ടൂറൊക്കെ പോയി വന്നിട്ടേ, അവിടെ ഒന്ന് പോകണം, അതൊന്ന് കാണണം, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളത് കാണണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് വീഡിയോസും മറ്റും കണ്ടുണ്ടാവും, ആ പറയുന്ന അത്രയൊന്നും അവിടെ ഉണ്ടാവണമെന്നില്ല. ചില ആക്സിഡന്റ് ഒക്കെ കണ്ടിട്ട് ചില ആളുകൾ, നിന്നോട് പറയാം, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ഇത്രയും അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക, ഒരുപാട് അകലേക്കായിരിക്കും നിൽക്കുന്നത്, പക്ഷെ അവൻ പറയണത് എന്താ, എൻ്റെ തൊട്ടടുത്ത്, ഞാനും വെടിയുണ്ട് തമ്മിൽ ചെറിയ വ്യത്യാസത്തിൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്ത് പറയാൻ പറ്റും, ഹി ഈസ് സ്ട്രെച്ചിങ് ദ ട്രൂത്ത്. കാര്യം അവന് വെടി കൊണ്ടു എന്നുള്ളത് സത്യമാണ്, പക്ഷെ ആ പറഞ്ഞ പോലെ ഒന്നല്ല, അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊണ്ടതാണ്. ഹി ഈസ് സ്ട്രെച്ചിങ് ദി ട്രൂത്ത്. അപ്പൊ അവൻ സത്യത്തെ വലിച്ചു നീട്ടുകയാണെന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ പറയാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഒരാള് കുറച്ച് മറച്ചു വെച്ചിട്ടാണ് പറയുന്നത്, കുറെ കള്ളത്തരം കൂട്ടിച്ചേർത്തിട്ട്, അപ്പൊ അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അയാൾ പറയുന്നത്. അപ്പൊ ആ രീതിയിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഹി ഈസ് നോട്ട് ടെല്ലിങ് ദ ഹോൾ ട്രൂത്ത്, ഹി ഈസ് നോട്ട് ടെല്ലിങ് ദ ഹോൾ ട്രൂത്ത്. അവൻ ആ പറയുന്നതൊക്കെ സത്യമൊന്നുമല്ല, അവൻ മുഴുവൻ സത്യമൊന്നുമല്ല പറയുന്നത്, കുറെ മറച്ചു വെച്ചിട്ട് കള്ളത്തിലാണ് പറയുന്നത്. ഹി ഈസ് നോട്ട് ടെല്ലിങ് ദ ഹോൾ ട്രൂത്ത്. അവൻ മുഴുവൻ സത്യവും പറഞ്ഞിട്ടില്ല, അവൻ വെറുതെ കുറെ നുണ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. ഹി ഈസ് നോട്ട് ടെല്ലിങ് ദ ഹോൾ ട്രൂത്ത്. അവൻ മൊത്തം സത്യമൊന്നല്ല പറയുന്നത്. ഈ രീതിയിലും പറയാൻ പറ്റുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ ഒരാൾ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് എന്തൊക്കെയോ ഒരു അവ്യക്തത, കുറെ കള്ളത്തരം ഫീൽ ചെയ്തു. അപ്പൊ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് പറയാണ്, ഹിസ് സ്റ്റോറി ഈസ് ഫിഷി, ഹിസ് സ്റ്റോറി ഈസ് ഫിഷി. അവന്റെ കഥയിൽ എന്തോ ചീഞ്ഞു നാറുന്നില്ലേ? ഹിസ് സ്റ്റോറി ഈസ് സംതിങ് ഫിഷി. അവന്റെ കഥയിൽ എന്തോ ഒരു ചീഞ്ഞു നാറ്റം ഉണ്ട്, ചെറിയൊരു കള്ളത്തരുണ്ട്, ആ കഥയിൽ എന്തൊക്കെയോ ഒരു ഏച്ചുകെട്ടലും കൂട്ടിച്ചേർക്കലും കള്ളത്തരൊക്കെ കലക്കിയിട്ടുണ്ട് അയാള്. ഹിസ് സ്റ്റോറി ഈസ് സംതിങ് ഫിഷി. അതിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്, എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് പറയാം. ഇനി ഇതുപോലെ തന്നെ ഒരാള് പറയുന്നത് മൊത്തം നുണയാണ്, ഒരു നുണയൊന്നല്ല, നുണകൾ ഇങ്ങനെ വെടിയുണ്ട കണക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയാണ്, കേട്ടിട്ട് പറയാണ്, അയാൾ ഈ പറയുന്നത് നുണയുടെ ഒരു കൂമ്പാരാണ്, നുണയുടെ ഒരു കൂമ്പാരാണ് അയാൾ ഈ പറയുന്നത്. ദാറ്റ് ഇസ് എ പാക്ക് ഓഫ് ലൈസ്, ദാറ്റ് ഇസ് എ പാക്ക് ഓഫ് ലൈസ്. നുണയുടെ ഒരു ഭണ്ഡാരമാണ്, ഒരു സഞ്ചി നിറയെ നുണയാണ്, ആ ഒരു കവർ നിറയെ നുണയാണ് അയാൾ ഈ പറയുന്നത് എന്നൊക്കെ നമുക്ക് ഇതിനർത്ഥം വെക്കാം. ദാറ്റ് ഇസ് എ പാക്ക് ഓഫ് ലൈസ്.
ആ പറയുന്നത് നുണയുടെ ഒരു ഭണ്ഡാരമാണ്, ഒരു കെട്ടാണ്, അല്ലെങ്കിൽ ഒരു കവർ നിറയെ നുണയാണ്, ഒരു സഞ്ചി നിറയെ നുണയാണ് അയാൾ ഈ പറയുന്നതെന്നൊക്കെ അവിടെ അർത്ഥം വരുന്നുണ്ട്. ദാറ്റ് ഇസ് എ പാക്ക് ഓഫ് ലൈസ്. അപ്പൊ ഇതുപോലെയൊക്കെ തന്നെ നമുക്ക് ഒരാൾ പറഞ്ഞ കാര്യം വിശ്വാസം വന്നില്ലെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുപോലത്തെ മറ്റുള്ള വാക്കുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.